ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം. അപ്പോൾ ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ചലഞ്ചോ അങ്ങനത്തെ ഒരു കാര്യമായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു സീരിയസ് കാര്യം പറയാനായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഇതാണ്, അതിൻ്റെ അടിയത്തെ പേരാണ് ഇത്. അപ്പോൾ ഈ പേര അറിയണത് ഞങ്ങളെ തറവാടായിരുന്നു. പിന്നെ ഇത് പാലക്കാട് ടു കോഴിക്കോട് ഹൈവേ, ഗ്രീൻ ഹൈവേ വന്നപ്പോൾ ഗവൺമെൻറ് പിടിച്ചെടുത്തതാണിത്. ഈ പേര മാത്രമല്ല, ഇങ്ങനെ കുറേ വീടുകളുണ്ട് ഇങ്ങനത്തെ. ഇത് ഞങ്ങളിപ്പോൾ ഇത് ഗവൺമെൻറ് എടുത്തിട്ട് 2-3 കൊല്ലമായി. ഇതുവരെയായിട്ടും ഒന്നും ചെയ്തിട്ടില്ല ഇവര്. ഇത് ഈ വീട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇടക്കിടക്ക് പട്ടിയാളും പാമ്പാളും ഒക്കെ ഉണ്ടാവലുണ്ട്, എപ്പോഴും ഉണ്ടാവലുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനെങ്കിൽ ഭയങ്കര പേടിയാണ്. ഈ കുറേ പേരാളുണ്ട് ഇങ്ങനത്തെ, ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ പേരൻ്റെ നേരെ അടിയിലാണ് ഇവിടെ പേരുണ്ട്. ഇതും റോഡ് പോയിട്ട് തന്നെയാണ്. ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനത്തേതാണ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ. പരിസരത്ത് കൂടി അങ്ങോട്ട് പോകാനേ ഞങ്ങൾക്ക് കേൾക്കൂല. അമ്മാരത്തെ കാടും ഇതൊക്കെ ആയി കിടക്കുകയാണ്. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കണം. ഇത് പൊളിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറയണം. ഇതാ അതൊരു പേരാണ്. അതും ഇങ്ങനെ തന്നെയാണ്, കുറേ കാടും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കേണ്ടടത്തേക്ക് എത്തിക്കുക. ഇതാണ് അവസ്ഥ. ഞാൻ കാണിച്ചു തരാം. നിറച്ച് കാടാണ്, കാരണം നിറച്ച് കാടാണ്. നിങ്ങളെന്നെ നോക്കാണി, ഫുള്ള് കാടാണ്. അതിൽക്കൂടിയൊക്കെ ആകെ കാട് പൊന്ത പിടിച്ച് കിടക്കുന്നു. ഇവിടെ ഞങ്ങള് ഒരു കുഴപ്പമില്ലാതെ കഴിയുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ പേടിയാണ്, അങ്ങോട്ട് പോകാനടക്കം പേടിയാണ്. പിന്നെ അത് അവിടെ ഒരു പേരയും കൂടി ഉണ്ട്. ഇവിടെ നിറച്ച് പേരാൾ അങ്ങനെ തന്നെയാണ്. അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു, ഓലൊക്കെ ഇപ്പോൾ റോഡ് വന്നിട്ട് പോയി. ഇതൊരു പേരാണ്. പിന്നെ അവിടെ ഒരു പേരുണ്ട്. അങ്ങനെ കുറേ പേരാൾ ഇതിൽ കൂടി തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, എത്തിക്കേണ്ടടത്തേക്ക് എത്തിക്കുക. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കേ, ബായ്.